ചെറിയൊരു ഏരിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ വലിയ ഒരു ഏരിയ ഉണ്ടെങ്കിലോ എങ്ങനെയായിരിക്കും നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ സാധിക്കുക? അതായത് നമ്മുടെ കയ്യിലുള്ള ഏരിയ ക്ലോസ്ഡ് ഏരിയ ആണ്, ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനായി സാധിക്കും? അതാണ് ഈ ടോപ്പിക്ക്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ഇറഗുലർ ഷേപ്പുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെഗുലർ ഷേപ്പുള്ള ക്ലോസ്ഡ് സർഫസിനെയും കൺസിഡർ ചെയ്യാം. അതായത് ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഒരു ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. അതിൻ്റെ ടോട്ടൽ ഏരിയ ആണ് ക്യാപിറ്റൽ എസ് എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ആ ടോട്ടൽ ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാനായി സാധിക്കും? അതിനുള്ള വഴിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വലിയ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് ചെറിയ ഒരു സർഫസ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫുട്ബോളോ അതുമല്ലെങ്കിൽ ഒരു ക്യൂബോ ആണ് ഉള്ളതെങ്കിൽ ആ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ആ ഫുട്ബോളിൻ്റെ ചെറിയൊരു ഭാഗം കൺസിഡർ ചെയ്യുന്നു. ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ചെറിയൊരു ഭാഗം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ ആണ് ഡി എസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡി എസ് എന്ന് പറയുന്നത് ഒരു ഏരിയ വെക്റ്ററാണ്. അതെപ്പോഴും എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുള്ളൂ? ആ സർഫസിൽ നിന്ന് പുറത്തേക്കും അതേപോലെ തന്നെ ആ സർഫസിന് നോർമലായിട്ടുമായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ചെറിയ സർഫസുമായി ബന്ധപ്പെട്ട ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ നേരെ മുകളിലേക്ക് വരച്ചിട്ടുണ്ട്. അതായത് എൻ ക്യാപ്പിൻ്റെയും ഏരിയ വെക്റ്ററായിട്ടുള്ള ഡി എസിൻ്റെയും ഡയറക്ഷൻ നേരെ മുകളിലേക്കാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ചെറിയൊരു ആംഗിളിൽ കൂടിയാണ്, നേരെ മുകളിലേക്കല്ല, ചെറിയൊരു ആംഗിളിൽ കൂടിയാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോകുന്നത്. ഏരിയ വെക്റ്റർ നേരെ മുകളിലേക്കാണ് പോകുന്നത്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതായത് ഏരിയ വെക്റ്റർ ഡി എസും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയെങ്കിൽ ഈ ചെറിയ ഏരിയയുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് എത്രയാണ്? നമ്മൾ മുന്നേ പഠിച്ചതുപോലെ ചെറിയ ഏരിയയുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ് ഡി ഫൈ ഇ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. അതായത് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്, ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ ആണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇ ഡി എസ് കോസ് തീറ്റ കിട്ടും. തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. തീറ്റയാണ് അവിടുത്തെ ആംഗിൾ. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് ഈ മൊത്തം ഏരിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. നമ്മുടെ കയ്യിലുള്ളതോ ചെറിയൊരു ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ്. അങ്ങനെയെങ്കിൽ ചെറിയ ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ എങ്ങനെ വലിയ ഏരിയയുടെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റും? മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇൻറ്റഗ്രേഷൻ. അതായത് ചെറിയ ഫ്ലക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് ചെറിയ ഫ്ലക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം നോക്കാം. ചെറിയ ഫ്ലക്സ് ആണ് ഫൈ ഇ. ആരുമായി ബന്ധപ്പെട്ടതാണ്? ചെറിയ ഏരിയയുമായി ബന്ധപ്പെട്ടതാണ്. ഡി എസ് എന്ന് പറയുന്ന ചെറിയ ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് ഡി ഫൈ ഇ. നമുക്ക് വേണ്ടത് എന്താ? ടോട്ടൽ ഏരിയയുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ്. ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ചെറിയ ഫ്ലക്സിൽ നിന്ന് വലിയ ഫ്ലക്സ് കാണണമെങ്കിൽ ചെറിയ ഫ്ലക്സിനെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഹോൾ സർഫസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ഫൈ ഇ. അതായത് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അവിടെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആ സർഫസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സർഫസിൽ കൂടി മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് സർഫസ് ഇൻറ്റഗ്രലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇൻറ്റഗ്രേഷൻ്റെ സൈനിൻ്റെ താഴെ എസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. സർഫസിൽ കൂടി മാത്രം പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ നമ്മൾ മെഷർ ചെയ്താൽ മതി. അതായത് സർഫസിൽ കൂടി മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു സർഫസ് ഇൻറ്റഗ്രൽ.
ഇനി മൊത്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി പകുതി എത്തുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ അവസാനിപ്പിക്കരുത്. മുഴുവനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ സർഫസിൽ കൂടി മുഴുവനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് അതൊരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കൂടിയാണ്. അതായത് ഇവിടെ നിന്നാണ് തുടങ്ങിയതെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയി അവസാനം ഇവിടെ തന്നെ വന്ന് അവസാനിക്കണം. അതായത് അവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി നമ്മൾ അതേ സ്ഥലത്ത് തന്നെ വന്ന് അവസാനിക്കുന്നത് വരെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ സർഫസിൽ കൂടിയുള്ള ഇൻ്റഗ്രേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ അതൊരു ക്ലോസ്ഡ് ഇൻ്റഗ്രേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇൻ്റഗ്രൽ സൈനിൻ്റെ കൂടെ ഒരു സർക്കിളും താഴെ നമ്മൾ ഒരു എസ്സും എഴുതിയത്. സർഫസ് ഇൻ്റഗ്രലാണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്. ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇ ഡോട്ട് ഡി എസിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ചെറിയൊരു ഏരിയയുടെ ഫ്ലക്സ് നമുക്ക് അറിയാമെങ്കിൽ ആ മൊത്തം ഏരിയയുടെ ഫ്ലക്സ് കാണാനായി ആ ചെറിയ ഏരിയയുടെ ഫ്ലക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? സർഫസിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ക്ലോസ്ഡായി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്, സർഫസ് ഇൻ്റഗ്രലാണ്. ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇ ഡോട്ട് ഡി എസിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഫ്ലക്സ് കാണാനായി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആസ് വെൽ ആസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടറാണ്. ഇ ഡോട്ട് ഡി എസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇ ഡി എസ് കോസ് തീറ്റ വരും. തീറ്റ എന്ന് പറയുന്നത് ഇയും ഡി എസും തമ്മിലുള്ള ആംഗിളുമാണ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. രണ്ട് കാര്യങ്ങളൂടി ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, നോക്കാം. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഇലക്ട്രിക് ഫ്ലക്സിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതായത് ഡോട്ട് പ്രൊഡക്റ്റുകൾ മുഴുവൻ സ്കേലാർ ക്വാണ്ടിറ്റികൾ ആയിരിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ഡോട്ട് പ്രൊഡക്റ്റാണ്. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഒരു ഡോട്ട് പ്രൊഡക്റ്റാണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ, ഈ ക്രോസ് ഡി എസ് ആയിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായേനെ? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയേനെ. പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ഡോട്ട് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി എന്തായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്? SI യൂണിറ്റ് എന്തായിരിക്കും? കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ കൂളം ആയിരുന്നു, അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളം റേസ് ടു -1. ഇനി ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ത് വരും? ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ കൂളം റേസ് ടു -1 ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഇനി ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതായത് മൈനസ് വരുന്ന ആ ഒരു ടൈമിനെ ഞാൻ അവസാനം എഴുതി. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -1. അങ്ങനെ ഈ രീതിയിൽ, അതായത് ഇൻ്റഗ്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനായി സാധിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതേപോലെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -1 ആണ്.